ജയ് ശ്രീറാം. എല്ലാവർക്കും ഹനുമാൻ ചാലീസയുടെ 4ാമത്തെ ചൗപ്പായിലേക്ക് സ്വാഗതം. കഞ്ചന ഭരണ ബിരാജ് സുഭേഷ കാനന കുണ്ടല് കുഞ്ചിത് കേശ. ഇതാണ് 4ാമത്തെ ചൗപ്പായി. 2 വരികളാണ് ഇതിലുള്ളത്. ഇതിൽ ആദ്യത്തെ വരി കൊണ്ട് നമ്മൾ ഹനുമാൻ സ്വാമി എങ്ങനെ ധ്യാനിക്കണം, അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി നമ്മൾ എങ്ങനെയാണ് കാണേണ്ടതെന്നാണ് പറഞ്ഞിരുന്നത്. 2ാമത്തെ വരി കുറച്ച് താന്ത്രികമായ കുറച്ച് ബന്ധങ്ങളൊക്കെയുള്ള കുറച്ച് നിഗൂഢാത്മകമായിട്ടുള്ള ഒരു വരിയാണ്. നമുക്ക് ആ വരികൾ നോക്കാം. കഞ്ചന ഭരണ ബിരാജ് സുഭേഷ. കഞ്ചൻ എന്ന് പറഞ്ഞാൽ കാഞ്ചനം, സ്വർണം. ഭരണ് എന്ന് പറഞ്ഞാൽ വർണ്ണം എന്നാണ് അർത്ഥം. ഭിരാജ് സുഭേഷ എന്ന് പറഞ്ഞാൽ, ഭിരാജ് എന്ന് പറഞ്ഞാൽ വിരാജിക്കുക, സുഭേഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായ രൂപത്തോടു കൂടി അല്ലെങ്കിൽ മനോഹരമായ വസ്ത്രത്തോടു കൂടി എന്നാണ് അർത്ഥം. അതായത് ഹനുമാൻ സ്വാമി മനോഹരമായ രൂപത്തിൽ അല്ലെങ്കിൽ മനോഹരമായ വസ്ത്രധാരണത്തോടു കൂടി വളരെ സുന്ദരനായി സ്വർണ്ണവർണ്ണത്തിൽ വിരാജിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് സ്വർണ്ണവർണ്ണം ഇവിടെ പറയുന്നത്? സാധാരണ നമുക്കറിയാലോ, ഹനുമാനെ നമ്മൾ സാധാരണ പറയുന്ന വർണ്ണം ഏതാണ്? സിന്ദൂരവർണ്ണം അല്ലെങ്കിൽ ഓറഞ്ച് കളർ, ഇതൊക്കെയാണ് ഹനുമാൻ സ്വാമിക്ക് പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്നു, തുളസീദാസ് പറയുന്നു അദ്ദേഹം സ്വർണ്ണവർണ്ണത്തിലാണെന്ന്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? മറ്റൊന്നുമല്ല, നമുക്കറിയാം ഹനുമാൻ സ്വാമി നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, അദ്ദേഹം ഊർജ്ജരേതസ്സാണ്, അദ്ദേഹത്തിന് വീര്യശോഷണം ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് തന്നെ വർദ്ധിച്ച ഓജസ്സുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഈ ഓജസ് അദ്ദേഹത്തിന് സ്വർണത്തിൻ്റെ പ്രഭയാണ് നൽകുന്നത്. അതായത് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ചുറ്റും ഒരു സ്വർണ്ണവർണ്ണമുണ്ട്, നമ്മളെ ആകർഷിക്കുന്ന ഒരു വല്ലാത്തൊരു പ്രഭ. അതാണ് അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് പറയുന്നത്. മാത്രമല്ല, സ്വർണത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലോ. സ്വർണ്ണം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തൊരു ലോഹമാണ്. അപ്പം ഹനുമാൻ സ്വാമി ചിരഞ്ജീവിയുമാണ്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിനും ഒരിക്കലും നാശം ഉണ്ടാവുന്നില്ല. ഞാൻ നേരത്തെ ഇതിന് മുമ്പിലുള്ള ഒരു ടോക്കിൽ പറഞ്ഞു എങ്ങനെയാണ് വർദ്ധിച്ച ഓജസ് നമ്മുടെ ശരീരത്തിനെ നാശമില്ലാതെ രോഗരഹിതമായി നിലനിർത്തുന്നതെന്ന്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് നാശമില്ലാത്ത ശരീരം, ഇദ്ദേഹത്തിൻ്റെ ആ ഓജസ് അദ്ദേഹത്തിന് നാശമില്ലാത്ത ശരീരം നൽകുന്നു. അത് സ്വർണത്തിൻ്റെ പ്രഭ അദ്ദേഹത്തിന് നൽകുന്നു. ആ സ്വർണം നാശമില്ലാത്ത ഒരു ലോഹമാണ്. ആ സ്വർണത്തിൻ്റെ ക്വാളിറ്റി അതിൽ കാണാം നമുക്ക്. അതിൻ്റെ ആകർഷണത്വം കാണാം. അപ്പോൾ വജ്രതുല്യമായ ശരീരമാണെങ്കിലും സ്വർണ്ണതുല്യമായ ശോഭയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം വിരാജിക്കുന്നു. എങ്ങനെ വിരാജിക്കുന്നു അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യണം. കൈലാസ പർവ്വതത്തെക്കുറിച്ച് സെർച്ച് ചെയ്യണം. നമുക്കറിയാം കൈലാസ പർവ്വതത്തിന് ഈ സൂര്യൻ മൂവ് ചെയ്യുന്നതനുസരിച്ച് പല കളറാണ്. അതിലൊരു ഗോൾഡൻ കളറുള്ള ഒരു കൈലാസമുണ്ട്, നല്ല സ്വർണ്ണവർണ്ണത്തിലുള്ള കൈലാസം. ആ രൂപത്തിലാണ് ഹനുമാൻ സ്വാമി വിരാജിക്കുന്നത്. അതുപോലെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. വിരാജിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ആളുകൾക്ക് അങ്ങനെ വിരാജിക്കാൻ പറ്റില്ലല്ലോ. വിരാജിക്കണമെങ്കിൽ നമുക്കൊരു ഭീമാകാരമായ രൂപം വേണം, ഒരു മഹത്തായ രൂപം വേണം. അപ്പോൾ അദ്ദേഹത്തെ സങ്കല്പിക്കുമ്പോൾ നമ്മൾ മഹത്തായ രൂപത്തിൽ, വളരെ ഭീമാകാരമായ രൂപത്തിൽ, കൈലാസപർവ്വതത്തെ പോലെ ഒരു വലിയ ഉയർന്ന രൂപത്തിൽ, അല്ല അത്രയും വലിയ രൂപത്തിൽ വേണം അദ്ദേഹത്തെ നമ്മൾ മനസ്സിൽ സങ്കല്പിക്കാൻ. ഈ ഗൂഗിളിലെ കൈലാസപർവ്വതത്തിൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അതുപോലെ മനസ്സിൽ ഹനുമാൻ സ്വാമിയെ സങ്കല്പിക്കണം. കൈലാസപർവ്വതത്തിന് ഈ സ്വർണ്ണവർണ്ണം നൽകുന്നത് സൂര്യനാണ്. ഹനുമാൻ സ്വാമിക്കും ഈ വർദ്ധിച്ച തേജസ്സും ഓജസ്സൊക്കെ നൽകിയത് സൂര്യൻ തന്നെയാണ്. സൂര്യനാണ് അദ്ദേഹത്തിൻ്റെ ഗുരു, നമുക്കറിയാം. അപ്പോൾ ആദ്യത്തെ ഈ വരിയിൽ നിന്നും നമ്മൾക്ക് ഹനുമാനെ എങ്ങനെ ധ്യാനിക്കണം, ഹനുമാൻ ചാലിസ ചൊല്ലുമ്പോൾ ഹനുമാനെ എങ്ങനെ നമ്മൾ മനസ്സിൽ കാണണം എന്ന് പറഞ്ഞിരുന്നു. എങ്ങനെ കാണണം? കൈലാസപർവ്വതം പോലെ അദ്ദേഹം വിരാജിക്കുന്നു. എങ്ങനെ വിരാജിക്കുന്നു? സ്വർണത്തെ പോലെ വളരെ സൗന്ദര്യത്തോടു കൂടി, വളരെ ഭംഗിയോടുകൂടി, വളരെ പ്രശാന്ത സുന്ദരനായിട്ട് വേണം അദ്ദേഹത്തെ സങ്കല്പിക്കാൻ. അദ്ദേഹം കണ്ണടച്ച് കൈകൾ മടിയിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് ധ്യാനിക്കുന്ന ഒരു രൂപത്തിൽ അദ്ദേഹത്തെ സങ്കല്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സ്വർണ്ണവർണ്ണ ശോഭയായിരിക്കണം അദ്ദേഹത്തിന്. കുങ്കുമോ സിന്ദൂരവർണ്ണമോ അല്ല, സ്വർണ്ണവർണ്ണ ശോഭയോട് കൂടി. ഇതാണ് ആദ്യത്തെ വരിയുടെ പ്രത്യേകത. ഇനി നമുക്ക് 2ാമത്തെ വരിയിലേക്ക് പോകാം. കഞ്ചന് ഭരണ ബിരാജ് സുവേശ കാനന് കുണ്ടല് കുഞ്ചിത് കേശ. ഹനുമാൻ സ്വാമിയുടെ ആടയാഭരണങ്ങളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും തുളസീദാസ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നില്ല, അല്ലെങ്കിൽ എടുത്തെടുത്ത് പറയുന്നില്ല. പക്ഷെ ആകെ പറയുന്ന 2 കാര്യം, അന്ന് അദ്ദേഹത്തിൻ്റെ കാനന് കുണ്ടല്. കാനന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവി എന്നാണ് അർത്ഥം. കുണ്ടല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുണ്ടലം, ചെവിയിലിടുന്ന ആഭരണമാണത്. കാനന കുണ്ടല് കുഞ്ചിത് കേശ. കുഞ്ചിത് എന്ന് പറഞ്ഞാൽ കേളി എന്നാണ്, ചുരുണ്ട് കിടക്കുന്ന. കേശ എന്ന് പറഞ്ഞാൽ ഹെയർ, മുടി എന്നാണ് അർത്ഥം. ഈ 2 കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം കുണ്ടലങ്ങളെക്കുറിച്ച് പറയാൻ കാരണം? കുണ്ടലങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാകണമല്ലോ. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഭാരതത്തിലെ നാദ് സമ്പ്രദായത്തെക്കുറിച്ചും കൂടി നമുക്ക് മനസ്സിലാക്കണം. ഭാരതത്തിലെ ഒരു വളരെ നിഗൂഢമായിട്ടുള്ള ഒരു സന്യാസി സംഘമുണ്ട്. നാദ് സമ്പ്രദായം എന്നാണ് അതിന് പറയുന്നത്. നവനാഥ് സിദ്ധന്മാരാണ് അതിലുള്ളത്. നവനാഥ് എന്ന് പറഞ്ഞാൽ മത്സ്യേന്ദ്രനാഥ്, ഗോരക്ഷനാഥ്, അങ്ങനെ ഗോരഖ്നാഥ്, അങ്ങനെ 9 പേരുണ്ട് അവർ. അവരാണ് ഈ സമ്പ്രദായത്തിൻ്റെ വക്താക്കൾ, അല്ലെങ്കിൽ അതിന് പ്രചാരണം നൽകിയത്. ആ സമ്പ്രദായം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇവരെ വിളിക്കുന്ന മറ്റൊരു പേര് കാൻ ഫട്ടെ എന്നാണ്. കാൻ ഫട്ടെ. കാൻ എന്ന് പറഞ്ഞാൽ ചെവി, ഫട്ടെ എന്ന് പറഞ്ഞാൽ തുളയിട്ടത് അല്ലെങ്കിൽ പൊട്ടിയതെന്നാണ് അർത്ഥം. ചെവിയിൽ തുളയിട്ടവരെന്നാണ് ഇവരെ വിളിക്കുന്നത്, കാൻ ഫട്ടെ. എന്തുകൊണ്ടാണ്? കാര്യം ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇവരുടെ ചെവികൾ കൊണ്ടാണ്. ഇവരുടെ ചെവിയിൽ ഒരു തുളച്ചിട്ടൊരു വളയം ഇട്ടിട്ടുണ്ടാവും, ഒരു കുണ്ടലം ഇട്ടിട്ടുണ്ടാവും. ഇതാണ് ഇവരുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്. എന്തുകൊണ്ടാണ് അതവർ ഇടുന്നത്?
അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പിരിച്വൽ റെലവൻസ് ഉള്ളതാണ് അവരുടെ കുണ്ടലങ്ങൾക്ക്. അവരുടെ കുണ്ടലങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അവർ പറയുന്നത് അതൊരു സ്പിരിച്വൽ ഡെത്ത് ആണെന്നാണ് അവർ പറയുന്നത്. അതായത് ആധ്യാത്മിക മരണം ആണത്രേ അവരെ സംബന്ധിച്ചിടത്തോളം. അവരുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ അവർ നാദയോഗികളാണ്. നാദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശബ്ദം എന്നാണ്. ശബ്ദം എന്തുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത്? ചെവി കൊണ്ടാണ്. ശബ്ദമാണ് ആകാശതത്വത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ആകാശതത്വം എന്ന് പറഞ്ഞാൽ നോളജാണ്, വിസ്ഡമാണ്, ഗുരുവാണ്, വ്യാഴമാണ്. അപ്പം ഈ വിസ്ഡത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന, ആകാശത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന, ശബ്ദത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ കുണ്ടലം എന്ന് പറയുന്നത്. അവർ നിത്യമായ ആഹതവും അനാഹതവുമായ ശബ്ദത്തെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയാറ്. അതായത് ആ കോസ്മിക് വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഓംകാരം അവർ നിത്യമായി ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ സൂചിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് അവരുടെ ഈ കുണ്ടലങ്ങൾ പറയുന്നത്. അപ്പോൾ ഹനുമാൻ സ്വാമി നിത്യമായ ഓംകാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊന്ന്. പിന്നെ ഈ നാദ സമ്പ്രദായത്തിൻ്റെ വേറൊരു പ്രത്യേകത, അവരെ പോലെ ഹഠയോഗത്തിലും രസവിദ്യയിലും, രസവിദ്യ എന്ന് പറഞ്ഞാൽ ആൽക്കമിയിലും മന്ത്രതന്ത്രങ്ങളിലും ഇത്രത്തോളം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇത്രത്തോളം ജ്ഞാനമുള്ള ആളുകൾ വേറെ ഒരു സമ്പ്രദായത്തിലും ഇല്ല. വളരെ നിഗൂഢമായ ആളുകളാണ് ഇവരെന്ന് ഞാൻ പറഞ്ഞു. ഇവർ നേരിട്ട് ശിവനിൽ നിന്നാണ് ഇവർ വിദ്യ മുഴുവൻ കരസ്ഥമാക്കിയെന്ന് പറയുന്നു. ആദിനാഥാണ് ഈ ലീനിയേജിൽ ആദ്യം വരുന്നത്. ആദിനാഥ് ശിവൻ തന്നെയാണെന്ന് പറയുന്നു. അദ്ദേഹമാണ് മത്സ്യേന്ദ്രനാഥ് മുതൽ ബാക്കിയുള്ളവർക്കെല്ലാം ഈ വിദ്യകളൊക്കെ ഉപദേശിച്ചു കൊടുത്തതെന്നാണ് പറയാറ്. വേറൊരു കഥയും കൂടിയുണ്ട്. അതായത് ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത്, അദ്ദേഹം മരണത്തിന് തൊട്ട് മുമ്പ് ദത്താത്രേയനെ വിളിച്ചെന്നും ഇനി കലികാലമാണ് വരുന്നത്, അതുകൊണ്ട് ധർമ്മരക്ഷ ചെയ്യാൻ വേണ്ടി സിദ്ധലോകത്തു നിന്നും നവനാരായണന്മാർ ഭൂമിയിൽ അവതരിക്കുമെന്നും ആ നവനാരായണന്മാർക്ക് അങ്ങ് ദത്താത്രേയൻ തന്നെ യോഗവിദ്യ ഉപദേശിച്ചു കൊടുക്കണം എന്നും പറയുന്നുണ്ട്. ആ നവനാരായണന്മാരാണ് പിന്നീട് ഈ നവനാഥന്മാരായത് എന്നുള്ള ഒരു കഥയും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കഥ ഇവരെ പറ്റിയുണ്ട്. ഏതായാലും നാദ സമ്പ്രദായം രണ്ട് തരത്തിലുണ്ട്. നാദ സമ്പ്രദായം ഒന്ന് നന്ദി സമ്പ്രദായമുണ്ട്, നന്ദിനാഥ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ആദിനാഥ്. ഈ ആദിനാഥാണ് ഈ നോർത്തിൽ ഫേമസ് ആയിട്ടുള്ളത്, വളരെ ഫേമസ് ആയിട്ടുള്ളത്. ഈ നന്ദിനാഥാണ് സൗത്തിൽ, അതായത് നമ്മുടെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ വളരെ ഫേമസ് ആയിട്ടുള്ളത്. തമിഴ്നാട്ടിലെ ഈ സമ്പ്രദായമാണ് പിന്നീട് ശൈവ സിദ്ധാന്തം എന്നറിയപ്പെട്ടത്. നമ്മുടെ നോർത്തിലുള്ള സമ്പ്രദായം പിന്നീട് സിദ്ധാന്തം എന്നാണ് അറിയപ്പെട്ടത്. രണ്ടുപേരും ആൽക്കമിയിലെ എക്സ്പേർട്ടുകളായിരുന്നു. ഈ നമുക്കറിയാം തമിഴ്നാട്ടിൽ ഒരുപാട് സിദ്ധയോഗികളുണ്ട്. അവർ ഈ രസവിദ്യയിലെ അഗ്രഗണ്യന്മാരാണ്. അവർക്ക് ആൽക്കമി നന്നായിട്ട് അറിയാം. അവർ ലോഹങ്ങളെ സ്വർണ്ണമാക്കി മാറ്റുന്നവരാണ്. ഈ ദ്രവവിദ്യയിൽ, അതായത് രസവിദ്യയിൽ അഗ്രഗണ്യരായതുകൊണ്ടാണ് അവരെ ദ്രാവിഡന്മാരെന്ന് വിളിച്ചത് എന്ന് വരെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും അതിൻ്റെ ഒരു ഭാഗം നോർത്തിലും ഒരു ഭാഗം സൗത്തിലും, അതായത് തമിഴ്നാട്ടിലുമാണ് ഉള്ളത്. ശരി, അപ്പോൾ ഈ നവനാഥ സംഘത്തിൻ്റെ പ്രത്യേകത, അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവരുടെ കുണ്ടലങ്ങൾ കൊണ്ടാണ്. അപ്പോൾ കുണ്ടലങ്ങളുടെ റെലവൻസ് ഞാൻ പറഞ്ഞു. ഹനുമാൻ സ്വാമിക്കും ഇതുപോലെ കുണ്ടലങ്ങളുണ്ട്. അത് മാത്രമല്ല, ഈ നാദ് സമ്പ്രദായത്തിൽ, നവനാഥ സമ്പ്രദായത്തിൽ ഈ ഗോരക്ഷാനാഥ്, മത്സ്യേന്ദ്രനാഥ് എന്നൊക്കെ ഇവർ ടിബറ്റൻ ബുദ്ധിസത്തിൽ, അതായത് വജ്രയാന ബുദ്ധിസത്തിൽ മഹാസിദ്ധന്മാരായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. നമുക്കറിയാം ഹനുമാൻ സ്വാമി ഒരു വജ്രയോഗിയാണെന്ന് നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഈ വജ്രയോഗം അല്ലെങ്കിൽ വജ്രയാന ബുദ്ധിസം ഇതുമായിട്ട് ഈ നാദ സമ്പ്രദായത്തിലുള്ള ഗുരുക്കന്മാർക്ക് വളരെയധികം ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്കും ബന്ധമുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവരെല്ലാം ഹിമാലയത്തിൽ നിന്നാണ് ഈ വിദ്യകൾ മുഴുവൻ പോകുന്നതെന്നും ഹനുമാൻ സ്വാമി നിത്യമായി ഹിമാലയത്തിൽ വസിക്കുന്ന ആളാണെന്നും നമുക്കറിയാം. അപ്പം ഇതൊക്കെ ഏതൊക്കെയോ രീതിയിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി കണക്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും തുളസീദാസ് അങ്ങനെയാണ് പറയുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ തുളസീദാസ് ഹനുമാൻ സ്വാമിയുടെ കുണ്ടലങ്ങളെ അവിടെ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ ആ കുണ്ടലങ്ങൾ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഇനി നാദസമ്പ്രദായത്തിൽ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അവർ ഈ കുണ്ടലങ്ങൾ ധരിക്കാനുള്ള ഒരു കാരണം, ശരീരത്തിൽ ഇവർക്ക് ഹഠയോഗം ഇവർക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞല്ലോ. ശരീരത്തിൽ വാഗസ് നാഡി എന്ന് പറഞ്ഞൊരു നാഡി ഉണ്ട് അത്രേ. ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡി അതാണ് അത്രേ. അത് നമ്മുടെ ഹൃദയവുമായിട്ടും ശ്വാസകോശമായിട്ടും മറ്റ് ആന്തരാവയവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ നാഡിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ, ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന ഒരു നാഡിയാണിത്. ഈ നാഡിയെ പ്രചോദിപ്പിക്കണമെങ്കിൽ അതിൻ്റെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെവികളാണ് അത്രേ. അതുകൊണ്ടാണ് പണ്ട് അധ്യാപകർ നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലെങ്കിൽ നമ്മുടെ ചെവി തിരുമുന്നത്. നമുക്കറിയാം നമ്മുടെ അധ്യാപകർ നമ്മൾ പഠിച്ചത് ഓർത്തില്ലെങ്കിൽ അവർ നമ്മുടെ ചെവി തിരുമും. ഇപ്പോൾ പിച്ചുകയാണ് ചെയ്യുന്നത്, പിച്ച് അല്ല, ചെവി തിരുമും. ചെവി തിരുമുമ്പോൾ ഈ വാഗസ് നാഡി പ്രചോദിപ്പിക്കപ്പെടുകയും അത് ബുദ്ധിയെ സ്റ്റിമുലേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ നാദ് സമ്പ്രദായത്തിലുള്ള യോഗികൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഗസ് നാഡിയെ പ്രചോദിപ്പിക്കാൻ വേണ്ടി, ആ ബുദ്ധിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയും ഈ വാഗസ് നാഡിയിലൂടെയുള്ള ലീക്കേജ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയും അവർ ഇവിടെ ഈ കുണ്ടലങ്ങൾ ധരിക്കും. അതാണ് കുണ്ടലങ്ങളുടെ വേറൊരു റെലവൻസ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ കുണ്ടലങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുണ്ടലങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമായിട്ടാണ് അവർ കരുതുന്നത്. ഈ കുണ്ടലങ്ങളുടെ പ്രസക്തി വേറെ രീതി കൂടി നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. നമുക്ക് ഈ മഹാഭാരതം വായിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ കേട്ടിട്ടുള്ളവർ കണ്ടിട്ടുള്ളവർക്കറിയാം, ഈ യുദ്ധത്തിന് മുമ്പ് കർണൻ്റെ കവചകുണ്ടലങ്ങൾ ദേവേന്ദ്രൻ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പം കവചം നമുക്കറിയാം അതൊരു പ്രൊട്ടക്ഷനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ട് കുണ്ടലങ്ങൾ, ചെവി കിടക്കുന്നത് കുണ്ടലങ്ങൾ എന്തുകൊണ്ട് ഊരിക്കൊണ്ട് പോകുന്നു, അതെന്ത് ചെയ്യാനാണ് യുദ്ധത്തിൽ എന്ന് നമ്മൾ ആലോചിച്ചിട്ടില്ലേ?
അതിൻ്റെ റെലവൻസ് ഇതാണ്, അതിന് കാരണം ഇതാണ്. കാര്യം കർണൻ അദ്ദേഹത്തിൻ്റെ ഗുരു തന്നെ ശാപം നൽകിയിട്ടുണ്ട്, അവശ്യ സമയത്ത് നിനക്ക് അസ്ത്രങ്ങളൊന്നും ഓർക്കാതെ പോകട്ടെ എന്ന്. അങ്ങനെ ഓർക്കാതെ പോകണമെങ്കിൽ അതിന് പറ്റിയൊരു സംഭവം അതിന് മുമ്പ് ഉണ്ടാവണം. അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധി ആ അവശ്യ സമയത്ത് പ്രചോദിക്കാതിരിക്കണം. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? നാച്ചുറലി അദ്ദേഹത്തിൻ്റെ ബുദ്ധി അസാമാന്യ ബുദ്ധിശക്തിയുള്ള ഒരാളാണ് കർണൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം കുണ്ടലങ്ങൾ ധരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുണ്ടലങ്ങൾ ദേവേന്ദ്രൻ വാങ്ങിക്കൊണ്ട് പോകുന്നതോടുകൂടി അദ്ദേഹത്തിന് അവശ്യ സമയത്ത് ബുദ്ധി പ്രചോദിക്കാതാവുകയാണ്. ആ കുണ്ടലങ്ങളുടെ റെലവൻസ് അതാണ്. അതുകൊണ്ടാണ് കുണ്ടലങ്ങൾ അദ്ദേഹം ഊരിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ശാപം ഫലിച്ചു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ആവശ്യമുള്ള സമയത്ത് ആ മഹാസ്ത്രങ്ങളൊന്നും ഓർമ്മ വരാതെ പോയി. കുണ്ടലങ്ങൾക്ക് അത്രത്തോളം പ്രസക്തിയുണ്ട്. അപ്പം നവനാഥ് സമ്പ്രദായവും കുണ്ടലങ്ങളും ഹനുമാൻ സ്വാമിയും ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ആ കുണ്ടലങ്ങൾ കൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കുക. നിത്യമായ ഓംകാരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കാനാവുന്നു. അദ്ദേഹം ഈ പറഞ്ഞ വജ്രയാന ബുദ്ധിസവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, നാദ് സമ്പ്രദായമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, ഹഠയോഗവും ആൽക്കമി രസവിദ്യയും മന്ത്രതന്ത്രമായിട്ട് അദ്ദേഹത്തിലുള്ള ബന്ധം, മഹാതാന്ത്രികനായിരുന്നു അദ്ദേഹം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കുണ്ടലങ്ങൾ കൊണ്ട് മനസ്സിലാക്കാം. അതാണ് കുണ്ടലങ്ങളുടെ പ്രസക്തി. ഇനി കേളി ഹെയർ, ചുരുണ്ട് കിടക്കുന്ന മുടി, അതെന്തിനു പ്രതിനിധീകരിക്കുന്നു? മറ്റൊന്നുമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ സർപ്പത്തെ പോലെ ചുറ്റിക്കിടക്കുകയാണ്. പക്ഷേ ഒരു എൻലൈറ്റഡ് ആയ ആളെ സംബന്ധിച്ചിടത്തോളം, ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുണ്ടലിനി ശക്തി സഹസ്രാരത്തിൽ എന്ന് പറയുന്നത് അത് ബാഹ്യമായിട്ട് അത് പ്രതിനിധീകരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ കാണിച്ചു തരുന്നത് അവരുടെ ചുരുണ്ട മുടി കൊണ്ടാണ്. അതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കൃഷ്ണന് ചുരുണ്ട മുടിയായിരുന്നു എന്ന്, അങ്ങനെ വരയ്ക്കുമ്പോൾ ചുരുണ്ട മുടി ചേർത്തേ വരയ്ക്കുകയുള്ളൂ സിദ്ധന്മാരെയൊക്കെ. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതിനെയാണ്. ചില ദേവതകളെ കണ്ടാൽ അറിയാം, അവരുടെ മുടി ഒന്നെങ്കിൽ ചുരുണ്ടതായിരിക്കും അല്ലെങ്കിൽ സർപ്പാകാരത്തിലായിരിക്കും, സർപ്പത്തിൻ്റെ രൂപത്തിലായിരിക്കും. അത് ഈ കുണ്ടലിനി ശക്തി സഹസ്രാരത്തിലെത്തി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചുരുണ്ട മുടി കൊടുക്കുന്നത്. വേറൊരു കാര്യം കൂടിയുണ്ട്. ഹിമാലയത്തിലെ യോഗികൾ പറയുന്നത് അവർ മുടി വെട്ടില്ല, അവർ ജട വളർത്തും. അവർ പറയുന്നത് അവരുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് മുടി എന്നാണ് പറയുന്നത്. അതായത് മുടി എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ആൻറ്റിന പോലെ പ്രവർത്തിക്കും അത്രേ. അതിൻ്റെ സത്യാസത്യമോ നമുക്കറിയില്ല. എന്നാലും അതിൻ്റെ ഒരു രസകരമായ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഈ അവതാർ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടല്ലോ, ആ അവതാർ സിനിമയിൽ അവതാർ അവർ ഉപയോഗിക്കുന്ന മൃഗങ്ങൾ, വാഹനമായിട്ട് മൃഗങ്ങളെയാണ് ഉപയോഗിക്കുന്നത്, കുതിരേനെയും പക്ഷീനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അവരുടെ മുടിയാണ്. അതായത് അവരുടെ മുടി അവരെടുക്കും, അതിൻ്റെ അറ്റം ഈ മൃഗത്തിൻ്റെ മുടിയോട് കണക്ട് ചെയ്യും. അപ്പം അത് കണക്ട് ചെയ്യുമ്പോൾ അറിയാം, മുടിയുടെ അറ്റം ഒരു നെർവസ് സിസ്റ്റം പോലെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. അതായത് അവരുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് അവരുടെ മുടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവരുപയോഗിക്കുന്ന വാഹനം, അവരുപയോഗിക്കുന്ന മൃഗവുമായിട്ട് അവരുടെ നെർവസ് സിസ്റ്റം കണക്റ്റഡ് ആവുകയാണ്. അവരുടെ ബുദ്ധിയിൽ അവർ ചിന്തിക്കുന്നത് തന്നെയാണ് ഈ മൃഗം. അതിനനുസരിച്ച് ഈ മൃഗത്തെ അവർക്ക് ഡ്രൈവ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണ്. അപ്പം ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ എക്സ്റ്റൻഷൻ ആണെന്ന് പറയണം ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും അത് സത്യമാണോ അസത്യമാണോ അറിയില്ല. പക്ഷേ ഹിമാലയത്തിലെ യോഗികൾ പറയുന്നത് ഇതൊരു ആൻറ്റിനെ പോലെ വർക്ക് ചെയ്യും, അവരുടെ ജഡ അല്ലെങ്കിൽ അതൊരു നെർവസ് സിസ്റ്റത്തിൻ്റെ എക്സ്റ്റൻഷൻ പോലെ വർക്ക് ചെയ്യുമെന്നാണ്. ഇത് തന്നെ ഇതിൻ്റെ ഒരു വേറെ രൂപമാണ് സിനിമയെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല, കാര്യം നമ്മളൊന്നും ആ തലത്തിൽ എത്താത്ത ആളുകളാണ്. അപ്പോൾ നമുക്ക് സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങളൊന്നും നമ്മൾ വിശ്വസിക്കേണ്ടതുമില്ല. ഏതായാലും അങ്ങനെ ഒരു വ്യാഖ്യാനം കൂടി കേളി ഹെയറിനുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യത്തെ വരി എന്ന് പറയുന്നത് ഹനുമാൻ്റെ ധ്യാനരൂപമാണ്. രണ്ടാമത്തെ വരി എന്ന് പറയുന്നത് ഹനുമാൻ്റെ താന്ത്രിക് ആസ്പെക്റ്റാണ്. ഹനുമാൻ ഈ തരത്തിലുള്ള തന്ത്രവിദ്യകളുമായിട്ടും യോഗികളായിട്ടും യോഗവിദ്യകളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.